നമസ്കാരം. 2024 എന്ന് പറയുന്നൊരു വർഷം ഓൾമോസ്റ്റ് കഴിയാൻ പോവുകയാണ്. 2025 എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അതായത് 2024 പലരും ഇപ്പം വാഹനം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് എത്തി നിൽക്കുന്ന ഒരു രീതിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊത്തം ഒരു ഖയോസാണ്, ഒരു കൺഫ്യൂഷനാണ്. ഈ ഒരു സിസ്റ്റം എന്തായി മാറും, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്, പുതിയ ടെക്നോളജികൾ ഏതൊക്കെയാണ് വരുന്നത്, നിലവിലുള്ള ടെക്നോളജിയൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ശേഷം വരുന്ന ഒരു വാഹന മേഖലയിലൊരു ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ടോക്കൺ അഡ്വാൻസ് ഒക്കെ ആയിട്ട് ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു ഡീസൽ നിർത്തിപ്പോകുമോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ടില്ല, പുതിയ പുതിയ ഇലക്ട്രിക്കിൻ്റെ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു, CNG കാറുകളുടെ അവസ്ഥ എന്താണ്, ഹൈബ്രിഡ് വരുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ വരാൻ പോകുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള വാഹനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനുമായിട്ട് വളരെ മികച്ചു നിന്ന മാരുതി സുസുക്കി 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഈ 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ മറ്റ് 3 സിലിണ്ടർ എഞ്ചിനുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ 3 സിലിണ്ടർ എഞ്ചിനുകൾ ഓൾമോസ്റ്റ് റിഫൈൻഡ് ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സെറ്റൽ എന്ന് പറയുന്ന ആ ഒരു എൻജിൻ 82 PS, അപ്രോക്സിമേറ്റ്ലി 81.80 bhp പവറും 110 Nm ടോർക്കും, മാക്സിമം 110 Nm ടോർക്കും നൽകുന്ന ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാരുതി സുസുക്കി ഒരു എൻജിൻ എന്നുള്ള രീതിക്കല്ല അതിനെ പരിഗണിക്കുന്നത്. ആ ഒരു എൻജിനെ ഒരു ജനറേറ്റർ എന്നുള്ള രീതിക്കാണ് അവർ പരിഗണിക്കുന്നത്. കാരണം ഇപ്പോൾ സ്വിഫ്റ്റിലും അതുപോലെ തന്നെ ഡിസയറിലും ഒക്കെ ആ എൻജിൻ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇനി വരാൻ പോകുന്നൊരു ടെക്നോളജി എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്റർ എന്നുള്ള രീതിക്കാണ് ആ ഒരു എഞ്ചിനെ മാരുതി സുസുക്കി കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ്. കാരണം ഇനി വരുന്ന 2025 തന്നെ മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായിട്ടുള്ള വിറ്റാര എന്തായാലും ലോഞ്ച് ചെയ്യും. അതിനുശേഷം വരുന്നത് EWX എന്ന് പറയുന്ന വാഗണാറിൻ്റെ നോമൻ ക്ലേച്ചറിൽ വരുന്ന ഒരു വാഹനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ ഇത്തരത്തിൽ കൂടുതൽ റേഞ്ച് നൽകുന്ന ഒരു ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അതിനൊരു ഇലക്ട്രിക് വാഹനമായിട്ടായിരിക്കും കമ്പനി കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം വാഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് CNG എന്തായാലും നിലനിൽക്കും. കാരണം CNG കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പെട്രോൾ ഡീസൽ കാറുകളേക്കാൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും CNGയിൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻ വളരെ വളരെ കുറവാണ്. പെട്രോൾ കാറോ ഡീസൽ കാറോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ നമ്മൾ കമ്പൾഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു എനർജി ലോസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ CNGയിൽ എനർജി അധികം ലോസ് ആകുന്നുമില്ല. അത് മാത്രമല്ല ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷൻ വളരെ കുറവാണ്. അപ്പോൾ CNGയും ഈ പെട്രോൾ ഡീസൽ കാറുകളും കമ്പയർ ചെയ്യുമ്പോഴാണ് CNGയിൽ എനർജി അധികം ലോസ് ആകാതിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 95% എനർജി അവിടെ ഉപകാരത്തിൽ വരികയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയാണ്. ഈ ഇലക്ട്രിക് കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള കോമ്പണൻസിനേക്കാൾ കൂടുതൽ വില എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ടെക്നോളജിയിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തായാലും തീർച്ചയായിട്ടും ചൈനീസ് കമ്പനികൾക്കുണ്ടായിരിക്കും. കാരണം അവർ ഓൾറെഡി ഈ ബാറ്ററിയുടെ ടെക്നോളജിയിൽ ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ, അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിൽ തന്നെ ബാറ്ററിയുടെ മാനുഫാക്ചർ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കമ്പനികൾ ഇനി ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ ചൈനയിലൊക്കെ ഒരു റാമ്പിലേക്ക് വാഹനം കയറ്റിയിട്ട്, ഇലക്ട്രിക് കാറിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു റാമ്പിലേക്ക് കയറ്റിയിട്ട് അപ്പോൾ തന്നെ ബാറ്ററി സ്വാപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ടെക്നോളജിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്ന കാലത്ത് ചൈനീസ് ഇലക്ട്രിക് കാറുകളിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു മത്സരം ബാക്കിയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. പണ്ട് ഡിട്രോയിറ്റിൻ്റെ ഒരു പതനം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഡിട്രോയിറ്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ്, അമേരിക്കയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല മൈലേജ് നൽകുന്ന ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ജാപ്പനീസ് കാറുകൾ വന്നതോട് കൂടിയിട്ട് അമേരിക്കൻ കാർ നിർമ്മാണ കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള ക്ഷതം ഏൽക്കുകയും പിന്നെ ഡിട്രോയിറ്റിൻ്റെ ഒരു പതനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ മാനുഫാക്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിന് മുകളിൽ ഒരു എവറസ്റ്റ് സ്റ്റാൻഡേർഡാണ് അവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് കാറുകളായിട്ടുള്ള BE6E എന്ന് പറയുന്ന പേരിനെതിരെ ഇപ്പോൾ ഇൻഡിഗോയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ BE6E എന്ന് പറയുന്ന വാഹനവും അതുമാത്രമല്ല XEV9E എന്ന് പറയുന്ന വാഹനമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലാണ്. ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തെ ടെക്നോളജി എന്താണ്, ഏത് തരം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളല്ല ഇപ്പോൾ വരുന്നത്. Active.EV പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങളാണ് വരുന്നത്. ഇനി അവിന്യ എന്ന് പറയുന്ന പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള രീതിക്ക് അതിൽ കുറേ വാഹനങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ മഹീന്ദ്രയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള റേഞ്ച് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. 450 കിലോമീറ്ററാണ് അവരുടെ ടാർഗറ്റ്. അവരതിലേക്ക് അച്ചീവ് ചെയ്ത് കഴിയുകയും ചെയ്തു. കാരണം 80 kWh ബാറ്ററി പാക്കുള്ള വാഹനങ്ങളൊക്കെയാണ് ഇനി മഹീന്ദ്രയിൽ നിന്നും വരാൻ പോകുന്നത്. നിലവിൽ 80 kWh ബാറ്ററി പാക്ക് എന്നുള്ള ഒരു ടാർഗറ്റിലാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ തന്നെ ഇപ്പം 3XO എന്ന് പറയുന്നൊരു വാഹനമുണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ 3 സിലിണ്ടർ എഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും 1ഉം 3ഉമാണ് ഈ കമ്പാരിറ്റീവ്ലി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് ക്രോസ് ചെയ്തിട്ട് ഒരു ക്രോസ് റാഡുണ്ട്. അതെല്ലാം പ്രധാനമായിട്ട് നാം ടെക്നിക്കിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എഞ്ചിൻ്റെ വൈബ്രേഷൻ താരതമ്യേന 3 സിലിണ്ടർ എഞ്ചിനുകളുടെ വൈബ്രേഷനേക്കാൾ വളരെ വളരെ കുറവാണ്. കാരണം 3 സിലിണ്ടർ എഞ്ചിൻ ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും കോസ്റ്റ് കുറയും. അതുമാത്രമല്ല ഈ ഒരു സിലിണ്ടറിലേക്ക് പോകുന്ന ഫ്യൂവൽ അവിടെ കുറയുകയും ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള എഫിഷ്യൻസി കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എഞ്ചിൻ്റെ സൈസ് കുറയുകയും അതുമാത്രമല്ല ഓവറോൾ വെയിറ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബോഡി വെയിറ്റ് കൂട്ടുകയും ചെയ്യാം, കൂടുതൽ വാഹനത്തിന് റിജിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം. അതുമാത്രമല്ല സേഫ്റ്റിയും എൻഹാൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 സിലിണ്ടർ എഞ്ചിനുകളുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഫേ നോംസ് വരുന്നുണ്ട്. കഫേ നോംസിനെയൊക്കെ നമ്മൾ വളരെ അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ വളരെയധികം പൊല്യൂഷൻ കൂടുതലാണ്. അതായത് 480 ppm എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നമ്മളിപ്പം ഓട്ടോമൊബൈൽ ഫീൽഡിന് മാത്രമല്ല പറയുന്നത്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ഫാക്ടറികളിൽ നിന്നൊക്കെ ഒരുപാട് പൊല്യൂഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പോലും പ്രധാനമായിട്ടും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും റൂളും എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ 1% താപനിലയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുള്ളത്. അതെന്ന് 3% ആകുന്നു അന്ന് ഡിസാസ്റ്ററാണ്, കറ്റാസ്ട്രഫി എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അതിനെ നിയന്ത്രിച്ച് നിൽക്കുക എന്നുള്ള രീതിക്കാണ്. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിനെ കുറിച്ചുള്ള ഒരു കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ടെക്നിക്കലി കൂടുതൽ പോകുന്നില്ല, ഈ 1% ഊഷ്മാവ് വർധനവ് എന്ന് പറയുന്നത് 3% ആകുമ്പോഴത്തേക്കും അതൊരു ദുരന്തത്തിലേക്ക് കലാശിക്കും. കാരണം ഈ ഗ്ലേഷ്യേഴ്സൊക്കെ ഉരുകിയിട്ട് അത് ഗ്ലോബൽ വാർമിങ്ങിന് മാത്രമല്ല അത് സീ ലെവൽ ഹൈപ്പ് ചെയ്യാനായിട്ടും സഹായിക്കും എന്നല്ല പറഞ്ഞാൽ അതൊരു എതിരായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ സാധാരണഗതിയിലുള്ള നൈട്രജനെ പോലെയുള്ള വാതകങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഊഷ്മാവിനെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു മോളിക്യൂളാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. അപ്പോൾ പറഞ്ഞു വന്ന സാരാംശം എന്ന് പറയുന്നത് ഇനി വലിയ വലിയ ഇലക്ട്രിക് കാറുകളായിരിക്കും വരാൻ പോകുന്നത്. ചെറിയ കാറുകളുടെ പ്രിയം കുറയും. അതുമാത്രമല്ല നിലവിൽ ഉള്ള പെട്രോൾ കാറുകൾ 3 സിലിണ്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് നിലനിൽക്കും. അതിൻ്റെ കൂടെ തന്നെ CNG കാറുകളും നിലനിൽക്കും. ഹൈബ്രിഡ് എന്ന് പറയുന്നത് പതുക്കെ വാനിഷ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഡീസൽ കാറുകൾ എങ്ങുമെന്നും എത്താത്ത രീതിയിൽ അത് പിന്നെ എന്താ പറയുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ള രീതിക്കായിട്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറും. തീർച്ചയായിട്ടും പെട്രോൾ കാറും അതുമാത്രമല്ല CNG കാറും നിലനിൽക്കും. അതിനുശേഷം ഹൈബ്രിഡിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹൈബ്രിഡിന് കാര്യമായിട്ടുള്ളൊരു സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈബ്രിഡ് നിലനിൽക്കില്ല. പിന്നീട് അങ്ങോട്ട് വരുന്നത് ഇലക്ട്രിക് യുഗം തന്നെയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയാണ്. ഇപ്പോൾ മഹീന്ദ്രയുടെ പ്രോജക്റ്റ് ഹെഡും പ്ലാനിംഗ് ഹെഡുമായിട്ടുള്ള വേലുസ്വാമി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈന എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വാഹന നിർമ്മാണ മേഖല, ചൈനയെ ഒരു വാഹന നിർമ്മാണ മേഖലയായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാറ്ററിയിൽ റിസർച്ച് നടത്തുന്നതും ബാറ്ററിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു
കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനും അടിമയായിട്ട് നിൽക്കാൻ മറ്റൊരു രാജ്യം ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും ആ ഒരു രീതിക്ക് തന്നെ നല്ല ടെക്നോളജി, ബാറ്ററിയിൽ ടെക്നോളജികൾ കൂടുതൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ അധിക വിലയുള്ള ഇലക്ട്രിക് കാറുകളുടെ വില നിയന്ത്രിക്കുക എന്നുള്ളത് ബാറ്ററിയുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല റേഞ്ച് നൽകുന്ന LFP പോലുള്ള നല്ല ടെക്നോളജിയുള്ള ബ്ലേഡ് ബാറ്ററികൾ പോലെയുള്ള ടെക്നോളജി ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇന്ത്യയിൽ തന്നെ അത് ലോക്കലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കാലഘട്ടം തീർച്ചയായിട്ടും വരും. അപ്പോൾ CNG കാറുകൾ നിലനിൽക്കും. അത് മാത്രമല്ല സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ മാരുതി ഇപ്പോഴും അവർ നിലനിർത്തുന്ന ഒരു മൊണോപ്പൊളി ഉണ്ടല്ലോ, ചെറു കാറുകളിൽ നല്ല മൈലേജ് നൽകുന്ന ഒരു കാറ്, അത് തീർച്ചയായിട്ടും നിലനിർത്തും. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൈസ് ഡിഫറൻസ് കൂടും. ജനുവരി 1 മുതൽ അല്ലെങ്കിൽ ജനുവരി മാസം തന്നെ 4% വാഹനത്തിൻ്റെ വില കൂട്ടും എന്ന് മാരുതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പല വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനത്തിൻ്റെ വില കൂട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീസലിൻ്റെ കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹൈബ്രിഡിൻ്റെ കാര്യം, നല്ല വാഹനങ്ങളൊക്കെ തന്നെയാണ് ഹൈബ്രിഡ്, പക്ഷേ അതിന് കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് അത് പതുക്കെ വാനിഷ്ഡ് ആയിക്കൊണ്ടിരിക്കും. നല്ല ഇലക്ട്രിക് കാറുകൾ വരും. വലിയ കാറുകൾക്കായിരിക്കും ഇനി ഒരു പ്രചാരം വരുന്നത്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ചെറിയ വിലക്കുള്ള കാറുകൾ എന്ന് പറയുന്ന ആ ഒരു വില 10 ലക്ഷം എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലേക്ക് ആ ഒരു വില മാറും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇന്ന് എത്രത്തോളം സാമ്പത്തിക ഭദ്രത നമുക്കുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് നല്ല വരുമാനമുണ്ടോ, നല്ല ജോലിയുണ്ടോ, അല്ലെങ്കിൽ ജോലിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, സാലറി ഹൈക്കുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി ഒരു വാഹനം വാങ്ങാനായിട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭാവി ശോഭനമാണ്, പക്ഷേ ഇനി അങ്ങോട്ട് ഇലക്ട്രിക് യുഗമാണ്. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.